നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മുടെ ഓരോരുത്തരുടെയും നൈറ്റ് സ്കിൻ റൊട്ടീൻ എന്ന് പറയുന്നത് ഓരോ രീതിയിലായിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സ്കിന്നിനനുസരിച്ചുള്ള ചർമ്മ സംരക്ഷണത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പ്രകൃതിദത്തമായ രീതിയിൽ എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നൈറ്റ് സ്കിൻ റൊട്ടീൻ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നൈറ്റ് സ്കിൻ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക എന്നും എങ്ങനെയാണ് എൻഡ് ചെയ്യുക എന്നും അറിയാനൊക്കെ ആയിട്ട് വീഡിയോ കാണാം. എല്ലാം ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ മുടി നന്നായി കെട്ടിവെക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിലെ ബ്രേക്ക് ഔട്ടുകൾ ചെറുക്കാനായിട്ട് വെളിച്ചെണ്ണ സഹായിക്കും. ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് നല്ലതാണ്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് മുഖത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രകൃതിദത്തമായ രീതിയിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് വെളിച്ചെണ്ണ. സാധാരണ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നതിലും എത്രയോ ഭേദമാണല്ലേ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഫേസ് വാഷ് ആണ് ചെയ്യേണ്ടത്. അതിനും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ചെറുപയർ പൊടിയും കടലമാവും തേനുമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം ചെറുപയർ പൊടിയിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം തന്നെ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് തേൻ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇതാണ് നമ്മൾ ഫേസ് വാഷിന് പകരം ഉപയോഗിക്കുന്നത്. മുഖത്തുള്ള അഴുക്കും അതുപോലെ എക്സ്ട്രാ ഓയിലും ഒക്കെ കളയാനായിട്ട് ഇത് സഹായിക്കും. മുഖത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. വേറെ അഡീഷണൽ ആയിട്ടുള്ള കെമിക്കൽ ഫേസ് വാഷുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടില്ലേ, മുഖത്തൊരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്ത് നിന്ന് കഴുകി മാറ്റാം. കണ്ടില്ലേ, മുഖം നല്ല ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഒട്ടും ഓയിൽ മുഖത്തില്ല, നന്നായിട്ട് തന്നെ കളഞ്ഞിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാകും അല്ലേ? കടലമാവും പയറുപൊടിയൊക്കെ ഉപയോഗിച്ച് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി ലിപ്പിലാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ ലിപ്പ് നല്ല ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു ലിപ് സ്ക്രബ് തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതും ബീറ്റ്റൂട്ടിൻ്റെ നീരും അതുപോലെ തന്നെ കുറച്ച് തേനുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുക്കണം. 1/4 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇതിലേക്ക് വളരെ കുറച്ച് ഒരു 3-4 തുള്ളി മാത്രം ബീറ്റ്റൂട്ടിൻ്റെ നീരൊഴിച്ച് കൊടുക്കുക. 3-4 തുള്ളി തേനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് നമ്മുടെ സ്ക്രബ്. ഈ സ്ക്രബ് ഞാനിങ്ങനെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുകയാണ്. ചുണ്ടിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ചുണ്ടിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ചുണ്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഇതിന് സഹായിക്കും. ചുണ്ടിന് നല്ല നിറം കിട്ടാനും മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഈ ഒരൊറ്റ സ്ക്രബ് മതി. അടുത്തതായിട്ട് ടോണറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഓറഞ്ചിൻ്റെ തൊലി വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് വറ്റിച്ച ശേഷം കിട്ടിയതാണ്. അപ്പോൾ ഇത് കുറച്ച് ആറിയ ശേഷം ഇതുപോലൊരു ബോട്ടിലിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മൾ മുഖത്ത് സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. മുഖത്ത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമ്മളിത് ഒരു കാരണവശാലും തുടച്ച് കളയരുത്. നേരെ മറിച്ചത് സ്വാഭാവികമായിട്ട് ഉണങ്ങാനായിട്ട് വിടുക. ഏകദേശം ഒരു 15 മിനിറ്റ് ഇത് മുഖത്ത് തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് മറ്റെന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നൈറ്റ് ക്രീമാണ്. ഇതും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് ഓറഞ്ചിന്റെ നീരും കറ്റാർവാഴ ജെല്ലും അതുപോലെ ബീറ്റ്റൂട്ടിന്റെ നീരുമാണ്. ഇത് തയ്യാറാക്കാൻ ഇതുപോലെ ഒരു 2 അല്ലി ഓറഞ്ച് എടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് അതിന്റെ നീര് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. നമ്മൾ ജ്യൂസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ബീറ്റ്റൂട്ടിൻ്റെ നീരൊഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് അത്രയും തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതിൽ ഗ്ലിസറിനോ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് ഇതെടുത്ത് സൂക്ഷിക്കാം. പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. മുഖത്ത് എല്ലായിടത്തും സാധാരണ ക്രീമുകൾ അപ്ലൈ ചെയ്യും പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 കൈയും ഉപയോഗിച്ച് വൃത്തത്തിൽ മസാജ് ചെയ്ത് കൊടുക്കണം. നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ആൽമണ്ട് ഓയിലാണ്. കണ്ടില്ലേ, ഈ ആൽമണ്ട് ഓയിൽ മറ്റൊന്നിൻ്റെയും കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കുങ്കുമാതി തൈലോ എടുത്താൽ മതി. ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം കണ്ടില്ലേ, കയ്യിലായിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ണിൻ്റെ താഴെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് രാത്രി മുഴുവൻ വിടാവുന്നതാണ്. രാവിലെ കഴുകി കളഞ്ഞാൽ മതിയാകും. അടുത്തതായിട്ട് പുരുകത്തിനും കൺപീലിക്കും വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ജെൽ എടുത്തിട്ടുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ആവണക്കെണ്ണയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിലും കൂടെ കുറച്ച് ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുന്നവർക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇത് നമുക്ക് പുരുകത്തും അതുപോലെ തന്നെ കൺപീലികളിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺപീലികളും അതുപോലെ പുരുകവും നന്നായിട്ട് വളരാനും കൊഴിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ സ്കിൻ നൈറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള രാത്രി ഉപയോഗിച്ച് പോലുള്ള ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴുകി മാറ്റിയാൽ മതിയാകും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ പോകാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.